Close your eyes. Take a deep breath. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ capcut ഓൺ ആക്കിയതിന് ശേഷം അതിൽ ഫസ്റ്റ് നമ്മളൊരു ബ്ലാക്ക് സ്ക്രീൻ ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു ബ്ലാക്ക് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് അതേപോലെ ഒരു ബ്ലാക്ക് ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു 3 വീഡിയോയും നമുക്ക് ആവശ്യമായിട്ടുള്ള ഓഡിയോ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഫസ്റ്റത്തെ നമ്മുടെ ബ്ലാക്ക് സ്ക്രീനിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഒരു 7.5 ആക്കി കൊടുക്കുക. 5 ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള 3 വീഡിയോ ക്ലിപ്പിൻ്റെയും ചെറുതായിട്ടൊരു സ്ലോമോ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്പീഡ് ചെറുതായിട്ടൊന്ന് കുറക്കുക. അപ്പോൾ നമ്മൾ 3 വീഡിയോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് 3 വീഡിയോൻ്റെ സ്പീഡൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത 3 വീഡിയോസും ഇതേപോലെ ഒന്ന് കറക്റ്റ് ടൈം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ടൈം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ വീഡിയോ ക്ലിപ്പ് വന്നിട്ട് 3.3 രണ്ടാമത്തെ വീഡിയോ ക്ലിപ്പ് വന്നിട്ട് 3.2 ഏറ്റവും ലാസ്റ്റത്തെ വീഡിയോ ക്ലിപ്പ് വന്നിട്ട് 7.2 ആക്കി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ വരുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് എഡിറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറിൽ എഡിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടൊരു ഫോണ്ടൊക്കെ ഇതിൽ ഇഷ്ടംപോലെ ഫോണ്ടും അതിൽ നമുക്ക് കളർ ചേഞ്ചസ് വരുത്താനും അതിൽ ആനിമേഷൻ ആഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ ശേഷം അതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കറക്റ്റായ ടൈമിനനുസരിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. അടുത്തായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ട്രാൻസിഷൻ എഫക്റ്റ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ വൈറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് ഇതേപോലത്തെ കുറേ ട്രാൻസിഷൻസ് നമുക്ക് എഫക്റ്റുകൾ നമുക്ക് ഓപ്പൺ ആയി വരും. നമുക്ക് ഫസ്റ്റത്തെ രണ്ടാമത്തെ വീഡിയോയ്ക്ക് ആഡ് ചെയ്യേണ്ടത് പുൾ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷനാണ്, എഫക്റ്റാണ് ആഡ് ചെയ്യണത്. അത് നമ്മൾ ഫസ്റ്റത്തേന് ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വീഡിയോയ്ക്കും അതേ സെയിം എഫക്റ്റ് എടുത്തിട്ട് നമ്മൾ കറക്റ്റ് ഈ സ്ക്രീനിൽ ഞാനിപ്പോൾ കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങളും കറക്റ്റായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ വീഡിയോയ്ക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോണ ട്രാൻസിഷൻ ലെയർ 2 എന്നുള്ളൊരു ട്രാൻസിഷനാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോണത്. അത് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും
ബ്ലെയർ ടു എന്നുള്ളൊരു ട്രാൻസാക്ഷൻ ഉണ്ട്. അത് ആഡ് ചെയ്തതിന് ശേഷം ഇതിൽ കറക്റ്റായിട്ട് ഇതിൽ കൊടുക്കുന്ന പോലെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു ബ്ലാക്ക് ഇമേജിന് നമ്മൾ കൊടുക്കുന്ന എഫക്റ്റ് വന്നിട്ട് ട്രാൻസിഷൻ വന്നിട്ട് ഫ്ലോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ട്രാൻസാക്ഷൻ ഉണ്ടാകും. അതാണ് നമ്മൾ ലാസ്റ്റത്തെ അതിന് കൊടുക്കുന്നത്. അത് ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രാൻസാക്ഷനൊക്കെ കറക്റ്റായിട്ട് സെറ്റായി. അതിനുശേഷം നമ്മുടെ വീഡിയോയ്ക്ക് ചെറിയൊരു മൂവിങ് എഫക്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കീ ഫ്രെയിമിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ഫസ്റ്റത്തെ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫസ്റ്റ് ഒരു കീ ഫ്രെയിമും ലാസ്റ്റ് ഒരു കീ ഫ്രെയിമും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റത്തെ കീ ഫ്രെയിമിൽ നമ്മളൊന്നും ചെയ്യേണ്ട. ലാസ്റ്റത്തെ കീ ഫ്രെയിമിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് സൂം ചെയ്തിട്ട് സൈഡിലോട്ടൊന്ന് ഇതേപോലെ ഒന്ന് ചരിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ 3 വീഡിയോസിനും സെറ്റ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റത്തെ കീ ഫ്രെയിം ഒന്നും ചെയ്യേണ്ട. രണ്ടാമത്തെ കീ ഫ്രെയിം മാത്രം ഒന്ന് സൂം ചെയ്തിട്ട് ലെഫ്റ്റിലോട്ടൊന്ന് ചരിച്ചു കൊടുക്കുക കുറച്ച്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഏതാണ് സെറ്റാണെന്ന് വെച്ചാൽ അതേപോലെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വീഡിയോയ്ക്ക് സ്ലോമോയ്ക്ക് ഒരു സ്മൂത്ത് എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അതുപോലെ തന്നെ സ്പീഡ് സെലക്ട് ചെയ്തിട്ട് നോർമൽ സെലക്ട് ചെയ്തിട്ട് അതിൽ മേക്ക് ഇറ്റ് സ്മൂത്ത് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇതേപോലെ ഒന്ന് ജനറേറ്റ് ആകാൻ കുറച്ച് സമയം എടുക്കും. അതേപോലെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അതേപോലെ തന്നെ 3 വീഡിയോസും നമ്മൾ ആ ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ 3 വീഡിയോയ്ക്കും കൊടുക്കുക. അത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് നല്ലൊരു സ്മൂത്തായിട്ടുള്ള ഒരു സ്ലോമോ സെറ്റായി കിട്ടും. അടുത്തായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ലാസ്റ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് ഒരു ഗ്ലോ എഫക്റ്റ് ആഡ് ചെയ്യണം നമ്മുടെ 3 വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് താഴെ എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റെട്രോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ വന്നിട്ട് റെട്രോ ബ്ലൂ എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ് നമ്മളിൽ ആഡ് ചെയ്യാൻ പോണത്. ആ റെട്രോ ബ്ലൂ എന്നുള്ളൊരു എടുത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിലൊന്നും ചേഞ്ച് വരുത്തുന്നില്ല, അങ്ങനെ തന്നെ കൊടുക്കുകയാണ്. ഇത് 3ഉം ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ 3 വീഡിയോസിൻ്റെ എൻഡ് വരെ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കുള്ള ഒരു ഗ്ലോ എഫക്റ്റും കൂടി ഇതിലോട്ട് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.